അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് പിന്നാമ്പുറത്തു നിന്നാണ് ആ സൗണ്ട് കേട്ടത്. അങ്ങനെ ഞാൻ ചെന്ന് എന്താ സൗണ്ടെന്ന് നോക്കിയപ്പോൾ അപ്പം നിന്ന് മഞ്ഞൾ കിളയ്ക്കുന്നു. അങ്ങനെ ഞാനും കൂടി എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പയ്ക്ക് കുറേ മഞ്ഞൾ കിട്ടി. ഇതിപ്പോൾ തുടങ്ങിയതല്ല, കുറേ നേരം കൊണ്ട് തുടങ്ങിയതായിരുന്നു. ഞാനിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വന്നതുകൊണ്ട് ഇപ്പോഴാണ് സൗണ്ട് കേട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം തീ കൊണ്ട് തട്ടുന്നത്. ഇത് കുറേ മഞ്ഞളുണ്ട്. ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നമുക്കത് കായ്ഫലം കിട്ടുമ്പോഴുള്ള സന്തോഷം വേറൊന്നിനും കിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് പറക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് അമ്മ പേരയ്ക്ക കാണിച്ചു തരുന്നത്. അമ്മ വവ്വാലിൻ്റെയൊക്കെ ശല്യം കാരണം ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞ് വെച്ചിരുന്ന പേരയ്ക്കായിരുന്നു. അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞെന്നാണ് അമ്മ കാണിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറിപ്പോവുകയാണ് ഗൈസ്. ടാറ്റാ ബൈ.